SLC +2 പരീക്ഷ ഇന്ന് കഴിയും. അങ്ങനെ പിള്ളേർക്കൊക്കെ സ്കൂള് പോയിട്ട് ഇനി ഇതിനെയൊക്കെ സഹിക്കണ്ടേ. ഇവിടെ ഉണ്ട് 2 എണ്ണം. മനു, നമുക്കിത് വെള്ളത്തിലാക്കണ്ടേ? നിനക്കറിയാ ഇതെങ്ങനെ ആക്കണ്ടേന്ന്? അതൊക്കെ എനക്കറിയാം. നമുക്കിപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് ആക്കാം. പിന്നെ അമ്മ എങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ കലമ്പ് തീയോണ്ടെല്ലാം കളിക്കുന്നു അറിയും. തീയെല്ലാം കത്തിച്ചിട്ട് ആക്കണ്ടേത്. എന്നാ നമുക്ക് വെറുതെ ഇതിനെ കൊണ്ട് കളിക്കാം അല്ലേ? 1 മിനിറ്റ് നീ കളിക്ക് ദേവു, ഞാനിപ്പം വരാം. അമ്മമ്മേ, ഇന്നലെ കൊണ്ടുവന്ന ഐസ് ഒന്നാറ്റും ബാക്കിയില്ല, എനിക്ക് തരുവാത്? പിന്നെ തരാതെ. അച്ഛമ്മേനെ മനുക്കൂട്ടനല്ലേ അച്ഛമ്മ ഇത് തരുവാ. എടുത്തിട്ട് വരട്ടെ മോനെ കേട്ടാ. മനു മോനെ, മനു എന്നാ ഇതാ മോനിതാ ഐസ്. താങ്ക് യു അമ്മമ്മേ. അമ്മേനെ ചക്കര പോയിട്ട് തിന്ന വേഗം. ഇവന്റത് കാണുമ്പോ ഒരാള് വരും, എന്റെ ദേവു. ആളൊന്ന് പറ്റിക്കണം. ദേവു ഇത് നോക്കിയേ. അച്ഛമ്മേന്റെയാന്നൊന്ന് ബാക്കി. ഞാൻ അച്ഛമ്മേനെ സോപ്പിട്ടിട്ട് വാങ്ങിയതാണ്. എന്നാ എനിക്കും തരുമോ മനു? അയ്യടാ മോളെ, ഇപ്പൊ തരും. ഞാൻ തന്നെ അമ്മമ്മേനോട് എങ്ങനെയല്ലോ ചോദിച്ചു മേടിച്ചതാ. ഞാനൊന്നും തരില്ല, നീ വേണം അമ്മമ്മേനോട് ചോദിച്ചോ. ഒരു ചെറിയ കഷ്ണം, ഒറ്റ സിപ്പ് മതി എനിക്ക്. 1 സിപ്പും തരൂല. പോയിക്കോ പോയിക്കോ പോയിക്കോ. അമ്മമ്മേ അമ്മമ്മേ അമ്മമ്മേ, നിങ്ങൾ ഓന് മാത്രം ഐസ് കൊടുത്തിട്ട് എനിക്കുണ്ടോ? ഓ എത്തിയാ, ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ. എന്താ ഐസ്? ഐസൊന്നുമില്ല, ഉള്ളതാണൊന്ന് ഓന് കൊടുത്തിന്. നീ എനിക്ക് ഐസൊന്നുമില്ല. ഇന്നലെ തിന്നിട്ടില്ലേ? ഓനും ഇന്നലെ തിന്നിട്ടില്ല. എന്നിട്ട് അമ്മമ്മ ഓന് കൊടുത്തിനല്ലോ. അതെന്റെ ലാസ്റ്റ് ഉണ്ടായത് കൊടുത്തിയാണ്. അപ്പൊ അമ്മമ്മക്ക് അന്നി ഇഷ്ടല്ല? ഇഷ്ടല്ലുമാണ് നിന്ന, പക്ഷെ മനുവിനെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതെല്ലാം ഉണ്ട്. അതില്ലേ, മനു നമ്മളെ സ്വന്തം മോനാണ്. നിന്നെ നമ്മക്ക് തോട്ടിന്ന് കിട്ടിയതാണ് മോളെ. ആ കഥ പറഞ്ഞിരുന്ന എനിക്ക്. ഒരു ദിവസം ഉണ്ടല്ല, അമ്മമ്മ തുണി അലക്കാൻ വേണ്ടിട്ട് തോട്ടിന്റെ അടുക്ക പോയിനി. പണ്ടാണ്, കുറച്ച് പണ്ടാണേ. അപ്പം പോയിട്ട് അമ്മമ്മ തുണിയെല്ലാം അലക്കി അവിടെ വെച്ചേരുണ്ട്. ഒരു കുഞ്ഞു വാവ വെള്ളത്തിൽ വരുന്നു, ഒലിച്ച് വരുന്നു. എന്നിട്ട് അപ്പാടമ്മമ്മ അതിനെ പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന്. അങ്ങനെ കൊണ്ടുവന്നിട്ട് എന്റെ മനുവിന്റെ അനിയത്തി ആക്കിയതാണ് നിന്ന. എന്നിട്ട് നിനക്ക് പേര് കൂട്ട് ദേവുന്ന്. ദേവക്കുട്ടന് എന്തിനാടാ കരയുന്നേ? എന്തിനാ കരയുന്നേ? അയ്യോ, ആരാ പറഞ്ഞേ ഇങ്ങനെ? അമ്മമ്മയാ? ഞാൻ ചോദിക്കാം മോളെ. അങ്ങനൊന്നും കിട്ടതല്ല. അമ്മക്ക് ആസ്പത്രിന്ന് കുഞ്ഞുമാവേനെ കിട്ടിയ. മനുവായിട്ടന്നെ ആസ്പത്രിന്നാ കിട്ടിയ കേട്ടോ. അയ്യോ പാവ കുട്ടികളിങ്ങനെ ഓരോന്ന് പറഞ്ഞോളൂ ഈ അമ്മേനെ കൊണ്ട്. അമ്മ അച്ഛനോട് ചോദിക്കാലോ, അച്ഛൻ പറയുമല്ലോ സത്യം. അന്നേരം നമുക്ക് കേക്കാലോ. ഏട്ടാ ഏട്ടാ, ദേ ഒന്നിങ്ങ് വന്നേ. ദേവമോള് കരയുന്ന, ഒന്നിങ്ങ് വന്നാട്ടെ. അച്ഛന്റെ ദേവമോള് ഇത് എന്തിനാ ഇങ്ങനെ കരയുന്നേ? എന്താടാ ചക്കരെ? ദേ നോക്ക് ഏട്ടാ, അമ്മ കുഞ്ഞിനോട് ഓരോന്ന് പറഞ്ഞ് കരയിപ്പിച്ചതാ. അവളോട് പറഞ്ഞത്രേ അവൾ തോട്ടിന്ന് അലക്കാൻ പോയപ്പോ കിട്ടിയതാന്ന്. അയ്യോ അല്ലട ചക്കരെ, നമുക്ക് മനുവിനെയും ദേവുവിനെയും എല്ലാം ആസ്പത്രിന്നാ കിട്ടിയ.
അച്ഛൻ ചോദിക്ക അമ്മമ്മയോട് കേട്ടോ. വാ അച്ഛന്റെ ചക്കര വാ. അമ്മേ അമ്മേ അമ്മ ഒന്നിങ്ങ വന്നാട്ടെ. എന്താടാ ഇങ്ങനെ വിളിച്ചു കൂന്നേ? അമ്മ എന്തിനാ വെറുതെ ദേവുവിനെ ഓരോന്ന് പറഞ്ഞ് കരയിപ്പിച്ചേ? അവൾ ഒരേ കരച്ചിലായിരുന്നു. അത് നല്ലേ, അതിന് ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ അവളോട്. പറഞ്ഞു അമ്മമ്മയാ പറഞ്ഞു എന്നെ തോട്ടുന്നാ കിട്ടിയാന്ന്. ഓ അതാണോ? അതിനാണോ ഇവളി കിടന്ന് ബഹളം വെക്കുന്നേ? അതൊക്കെ എല്ലാരും അങ്ങനെയൊക്കെ പറയും. ഇതൊക്കെ എല്ലാരും പറയൂ, പണ്ടേ എല്ലാരും പറയുന്നതാണ്. എന്താ അമ്മ, അവള് കുഞ്ഞല്ലേ, വെറുതെ കൊച്ചിനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ വിഷമിപ്പിക്കാൻ വേണ്ടി. ഓ എന്നാ ഇനി പറയുന്നില്ല, പോട്ടെ കേട്ടോ. ദേവു, അമ്മമ്മന്റെ ദേവുക്കുട്ടി, അമ്മമ്മന്റെ പൊന്നു മോളല്ലേ ഇത്. അമ്മമ്മ ഒരു തമാശ പറഞ്ഞതാണ് ചക്കരെ. ഇതാ ഇത് നോക്കിയാട്ടെ ഇങ്ങോട്ട്. പിന്നെ ഇല്ലാതെ അമ്മമ്മക്ക് അമ്മമ്മയുടെ ദേവുമോളും മനുക്കുട്ടനും രണ്ടാളും ഒരുപോലെയാ. അമ്മ അതുകൊണ്ട് എടുത്തു വെച്ചതാ അമ്മമ്മന്റെ മോക്ക് തരാൻ. ഇതാ മോളെ എടുത്തോ.